നമസ്കാരം. വ്യാഴമാറ്റത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഉത്തരം നാളുകാരെ സംബന്ധിച്ച് രണ്ട് രീതിയിൽ വരുന്നുണ്ട്. ഉത്തരത്തിൽ കാൽ എന്ന് പറയുന്നത് ചിങ്ങക്കൂറിൽ വരുന്നതാണ്, ആദ്യത്തെ 15 നാഴികക്കാര്. ഉത്തരത്തിൽ മുക്കാൽ എന്ന് പറയുന്നത് കന്നിക്കൂറിൽ വരുന്നതുമാണ്. ചിങ്ങക്കൂറിലെ ഉത്തരംകാർക്ക് 12 വ്യാഴം മാറുന്നത്. കന്നിക്കൂറിലെ ഉത്തരംകാർക്ക് 11 വ്യാഴം മാറുന്നു. ഇങ്ങനെയാണ് മാറ്റം. ഈ മാറ്റം അനുസരിച്ച് കർക്കിടകം ഉച്ചക്ഷേത്രമായതുകൊണ്ട് പൊതുവെ അനുകൂലമാണ്. നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. പല വിധത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് ജോലിയിൽ കൈവരിക്കാനായിട്ട് സാധിക്കും. നല്ല പുരോഗതി നേടിയെടുക്കാൻ അവസരമുണ്ടാകും. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കുന്നതാണ്. ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതും ആണ്. വിവിധ മേഖലകളിൽ സ്വന്തമായിട്ട് പലവിധ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്കും പുരോഗതി ഉണ്ടാകും, സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും, അഭിവൃദ്ധി കൈവരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മരംഗത്തെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. കുട്ടികൾക്ക് പഠന നിലവാരം കുറെ കൂടി ഉയരും. ആഗ്രഹിക്കുന്നത് പോലെ നേട്ടങ്ങൾ പഠനകാര്യങ്ങളിൽ കൈവരിക്കാൻ കഴിയും. സാമ്പത്തികമായിട്ട് ഭീമമായ പാഴ്ചെലവുകളൊന്നും ഇല്ലാതെ തന്നെ ആഗ്രഹിക്കുന്ന നല്ല ഉപരിപഠനം നേടിയെടുക്കാനുള്ള അവസരം നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു കിട്ടുന്നതാണ്. വിവിധ വകുപ്പുകളിൽ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ പുരോഗതി ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ പലതും വന്നു ചേരുന്നതാണ് എന്നുള്ളതാണ് പ്രധാനം. കച്ചവടക്കാർക്ക് നല്ല സാമ്പത്തിക പുരോഗതി കാണുന്നുണ്ട്. എല്ലാ വിധത്തിലുള്ള അഭിവൃദ്ധിയും ഉണ്ടാകുന്നുണ്ട്. ബിസിനസ് കൂടുതലായിട്ട് വർദ്ധിക്കുന്നതാണ്. ബിസിനസിൻ്റെ അളവ് കൂടുന്നതാണ്. ലാഭം നല്ല രീതിയിൽ ഉണ്ടാകും. സാമ്പത്തിക പുരോഗതി കൈവരിക്കുകയും ചെയ്യും. ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് അധികം വൈകാതെ അത് തുടങ്ങുവാനായിട്ട് കഴിയും. നല്ല രീതിയിൽ പരിശ്രമിച്ച് സമയത്ത് അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്. പുതിയ വസ്തുവാഹനാദികൾ വാങ്ങാനുള്ള അവസരവും ഉണ്ടാകുന്നതാണ്. ദീർഘകാലമായി ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയും. വിവാഹ ആലോചനകൾ വൈകാതെ നടക്കുന്നതാണ്. കുടുംബത്തിൽ സ്വസ്ഥത നിലനിൽക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കുക. അപ്രതീക്ഷിതമായ ബുദ്ധിമുട്ടുകൾ പല കാര്യങ്ങളിലും ഉണ്ടാകാം. മനസ്സിന് അനാവശ്യമായ ടെൻഷനോ പിരിമുറുക്കമോ ഉണ്ടാകുന്ന ചിന്തകളിൽ നിന്നും മാറി നിൽക്കേണ്ടതാണ്. ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിലും ഇടപെടാതിരിക്കുക. അവനവന് വേണ്ടത്ര പ്രസക്തിയില്ലാത്ത കാര്യങ്ങളിൽ കയറി അഭിപ്രായം പറയാതിരിക്കുക. വിളിക്കാത്തിടത്ത് ചെല്ലരുത് എന്നൊക്കെ പഴമൊഴി കേട്ടിട്ടുണ്ടാകുമല്ലോ. വിളിക്കാത്തിടത്ത് ചെല്ലുന്നത് വാക്കുകൊണ്ടും ആകാം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം ആവശ്യമില്ലാത്തിടത്ത് അത് പറയാൻ നിൽക്കരുത്. സംഭാഷണം വളരെ ശ്രദ്ധയോടെയും കരുതലോടെയും നടത്തിപ്പോവുക. സമഗ്രമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ കാണുക.